ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം. ചെറിയ അതാണ് സ്വാഭാവികമായി. ഇപ്പോൾ രാഷ്ട്രീയമായ കേന്ദ്രങ്ങൾക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അവിടെ അനുരാജ് സൂചിപ്പിക്കുന്ന പോലെ അവർ നിലപാടുകൾക്കനുസരിച്ച് മാറി മറിഞ്ഞു എന്നിരിക്കും. ഇപ്പോഴും മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എന്നത് ഹിജാബ് ധരിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2018 കൃത്യമായ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്ഥാപനങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ്. അതായത് മൗലിക അവകാശങ്ങൾ എന്നത് അല്പസമയം മുമ്പ് ശ്രീ അമീറിനെ പോലെയുള്ളവർ ഇവിടെ സൂചിപ്പിച്ചു. അതായത് ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാനാവാത്ത അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയുണ്ട്. അതിനെയൊന്നും കോടതി ഖണ്ഡിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ എല്ലാ ഇടങ്ങളിലും അനുവദിക്കപ്പെടേണ്ട ഒന്നല്ല അത് എന്ന് കോടതി നിരീക്ഷിക്കുകയും സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്നും അതും മൗലികാവകാശങ്ങൾക്ക് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അത് സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ആ സ്ഥാപനത്തിൽ എന്ത് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ സമസ്തയുടെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടന ഒരു ലിസ്റ്റ് എടുത്തു, ഇത് പബ്ലിഷ് ചെയ്തു എന്നതിലൂടെയൊന്നും ഇവിടുത്തെ നിയമങ്ങൾ മാറ്റിമറിക്കപ്പെടുന്നില്ല. അവിടെയാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ലിസ്റ്റ് എടുത്തത് കൊണ്ട് എന്തു പ്രയോജനം? അല്ലെങ്കിൽ ഇതൊക്കെ അവർക്കാണോ തീരുമാനിക്കാൻ പറ്റുക? നമ്മുടെ ഒരു നിയമ സംവിധാനമുണ്ട്, നമുക്ക് കോടതികളുണ്ട്. ആ കോടതികൾ വഴി നേടേണ്ട വിഷയങ്ങളെ അടക്കം ഇങ്ങനെ ചർച്ചയാക്കുമ്പോൾ അതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കപ്പെടില്ലേ? നേരത്തെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം അദ്ദേഹം പറയുകയുണ്ടായി നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട സാഹചര്യത്തെക്കുറിച്ച്. ഒരു സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി തലയിൽ തട്ടനിട്ട് പോയി, മറ്റൊരു അവളുടെ മതവിശ്വാസം അനുസരിച്ച് കൊന്തയിട്ട് പോയി, മറ്റൊരു ഹിന്ദു കുട്ടി ഒരു കുറി തൊട്ട് പോയാൽ അവിടുത്തെ ആ ഏകീകൃത സ്വഭാവം നഷ്ടപ്പെടുമെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഹാജർ വിളിക്കുമല്ലോ രാവിലെ കുട്ടികളുടെ. ഓരോ കുട്ടികളെയും അവരുടെ മതത്തിൻ്റെ പേരിലാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കുട്ടികളിൽ പേരിൽ തന്നെ വ്യത്യാസം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഇത് ഈ നമ്മുടെ ഈ സിൻഡിക്കേറ്റ് അംഗം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിരുത്തുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെക്കുറിച്ചും അതിൻ്റെ ഒരു നിർവചനത്തെക്കുറിച്ചും അതിൻ്റെ ABCD പോലും അറിയാത്ത ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ താങ്കൾ ഒരു സംഘടനയുടെ പ്രതിനിധി ആണല്ലോ. ഞാൻ ഇതാ ഈ ചാനൽ ചർച്ച കാണുന്ന ഏതൊരാൾക്കും താങ്കളുടെ പേരിന് താഴെ താങ്കളുടെ സംഘടനയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദയവായി അങ്ങനെ ഒരു പരാമർശം ശരിയല്ല. സിൻഡിക്കേറ്റ് അംഗം എന്ന പേര് ഞാൻ കൊണ്ടുവന്നിരുത്തുമല്ല, അദ്ദേഹം സിൻഡിക്കേറ്റ് അംഗമാണ്. അദ്ദേഹവും ആങ്കറും ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നോ കേരളത്തിൽ? എത്രയോ കാലങ്ങളായി താങ്കളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. നമ്മുടെയൊക്കെ പൂർവികരിലേക്ക് പോയ താങ്കൾ ഈ പറയുന്ന നിർബന്ധിതമായ വസ്ത്രധാരണമൊക്കെ അങ്ങനെയല്ല അഭിലാഷ്, പറയരുത്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്റെ പൂർവികരൊക്കെ എന്ത് വസ്ത്രമാണ് ധരിച്ചത് എന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. എന്തിനധികം പോകുന്നു, എന്തിനധികം പിന്നോട്ട് പോകുന്നു? ഒരു 10, 25, 30 വർഷം മുമ്പ് കേരളത്തിലെ എല്ലാ മതസാമുദായിക വിഭാഗത്തിലും പെട്ടവർ ധരിച്ച വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ ഞാനും കഴിയുന്ന പോലെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അഭിലാഷ് പഠിച്ച കാലത്ത് അഭിലാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ അവരെങ്ങനെയായിരുന്നു പറഞ്ഞു കേൾക്കട്ടെ. അവർ എന്റെ സ്കൂളിലെ യൂണിഫോം മാത്രം ധരിച്ചാണ് വന്നിട്ടുള്ളത്. എല്ലാ കുട്ടികളും, ഞാനൊരു സർക്കാർ വിദ്യാലയത്തിലാണ് പഠിച്ചത്. എന്റെ കോളേജിലടക്കം യൂണിഫോം ഉണ്ടായിരുന്നു. ആ യൂണിഫോം മാത്രമേ ധരിക്കാൻ പറ്റുക ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തലമറിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. അഭിലാഷ് ഏത് ജില്ലയിലാണ് പഠിച്ചത്? ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് രാമമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാമലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അവിടെ എന്റെ നാട്ടില് വസ്ത്രം ധരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന കുട്ടികളാണെന്നേ. ഞാൻ അടക്കമുള്ളവരൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ് സാർ. അല്ല മുസ്ലിം അങ്ങനെ സംസാരിക്കല്ലേ. താങ്കൾ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? താങ്കൾ പഠിച്ചതൊന്ന് പറയാമോ? താങ്കൾ പഠിച്ച സമയത്ത് എങ്ങനെയായിരുന്നു കൂടി ഒന്ന് പറയാമോ? ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഞാൻ പഠിച്ച സ്കൂളിൽ മുസ്ലിം കുട്ടികൾക്ക് തലയിൽ തട്ടനിട്ടുകൊണ്ട് വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ആ കാലത്ത് മാത്രമല്ല, ഇന്നും. ഞാൻ സംസാരിക്കട്ടെ, എന്നല്ലെങ്കിൽ അഭിലാഷ് സംസാരിക്കും. അല്ല, ഞാൻ ശരിയെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടക്കേറി സംസാരിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ?
അഭിലാഷ് പഠിച്ച കാലത്തെക്കുറിച്ചും കഴിഞ്ഞ 2020 നൂറ്റാണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഇപ്പോ നിലവിൽ അവിടെ 2 കുട്ടികളുടെ രക്ഷകർത്താവ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അവിടെ സംസാരിച്ചു. ആ സംസാരിച്ച രക്ഷകർത്താവ് പറഞ്ഞു, എന്റെ കുട്ടിയെ പള്ളുരുത്തിയിലെ സെന്റ് റിക്താസ് സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ചുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണ്. അതെ, കേരളത്തിലാണ്, എറണാകുളം ജില്ലയിലാണ്, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്, പള്ളുരുത്തിയിലാണ്, ക്രൈസ്തവ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള കലാലയത്തിലാണ്. അഭിലാഷ് പഠിച്ച കാലത്തേക്കല്ല പോകുന്നത്. ഇപ്പോ ആ സ്കൂളിലെ അവിടെ എനിക്കൊരു തർക്കവുമില്ല. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ സെന്റ് റീത്ത സ്കൂളിന്റെ മാനേജ്മെന്റിന്റെയും അവിടുത്തെ യൂണിഫോമും എന്താണ് എന്ന് അവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമാണ്. എന്താ ഒന്ന് പറഞ്ഞു നിർത്തിയേക്കട്ടെ. ഇവിടെ സാധാരണ രീതിയിൽ ഒരു വിഷയത്തിൽ 2 കക്ഷികൾ, നമ്മളൊരു മധ്യസ്ഥ നിൽക്കുകയാണെങ്കിൽ 2 കക്ഷികൾ വന്നുകൊണ്ട് അവർ ഒരേ വാദം ഉന്നയിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് കസേരയിൽ ഇരിക്കണം, ശരി, മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇരിക്കണം. അവിടെ തർക്കം, കാരണം ഒരു കസേര ഉള്ളൂ, ശരി, അപ്പോൾ തർക്കം എന്ന് പറയാം. അവിടെ നമുക്ക് മധ്യസ്ഥ നിൽക്കുന്ന രീതിയിലേക്ക് ഇവിടത്തെ വിഷയത്തില് ആ രക്ഷകർത്താവ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്നലെ പോയിട്ട് ഞാൻ തുടക്കത്തിൽ സംസാരിച്ചു, ആ രക്ഷകർത്താവിന് ഞാൻ അനസുമായി ഞാൻ സംസാരിച്ചു, 1 മണിക്കൂറോളം സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് അനസ് പറയുന്നത്, എന്റെ കുട്ടിയെ അതേ കലാലയത്തില് തട്ടനിട്ടേ ഞാൻ പഠിപ്പിക്കുള്ളൂ എന്നല്ലല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്, ആ സ്കൂളിലെ നിയമം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്റെ കുട്ടിയെ ശരി ശരി. അവിടെ ഞാൻ താങ്കളെ ശല്യപ്പെടുത്താനല്ല ശ്രീ മുജീബ് റഹ്മാൻ ഞാൻ ഇടപെടുന്നത്. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ഇന്നത്തെ പ്രതികരണത്തിലേക്കാണ് വന്നത്. അതായത് ഇതൊരു ഭീകരത സൃഷ്ടിക്കുന്നു, ഭയപ്പാട് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അവിടെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ തട്ടമിട്ട് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകാം. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ഭീതി പരത്തുന്ന ഒന്നാണ് എന്ന മട്ടിലേക്ക് ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആരാണ് ഭീതി പരത്തുന്നു എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? ഒരിക്കൽ കൂടി താങ്കളെ വേണമെങ്കിൽ ആ പ്രതികരണം കേൾപ്പിക്കാം. അത് പറഞ്ഞിട്ടുള്ളത് ആ കേൾക്കട്ടെ. യെസ്, എന്തായാലും ഇന്ന് ആ കുട്ടിയുടെ അമ്മ നടത്തിയ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. അല്ല, ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്നുള്ള രീതിയിലത്തെ പരാമർശങ്ങളാണ് അവർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമുദായികപരമായിട്ടാണെങ്കിലും അതുപോലെ മറ്റുള്ള മതക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതായത് എൻ്റെ കുട്ടികളെ ഇപ്പം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിജാബ് അല്ല എൻ്റെ പ്രശ്നം. അതായത് അവിടെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അവർ പരാമർശം നടത്തിയത് തട്ടത്തിൻ്റെ പേരിലാണെന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിച്ച ആളുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ആ ഉന്നയിച്ച ആളിനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഇവിടെ അത് ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളും PTA ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള താങ്കൾ ഈ പ്രതികരണത്തിന്റെ തുടക്കം മുതൽ കേട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയാണല്ലോ ഞാൻ പറയുന്നത്. ആ കുട്ടിയോട്, ആ കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ വന്നാൽ ഭീതി പരത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയുടെ ടീച്ചറാണ്. ആ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ആ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മറ്റു കുട്ടികൾക്ക് ഭീതി ഉണ്ടാകുമെങ്കിൽ എന്റെ കുട്ടിയെ ഞാൻ അവർ പറഞ്ഞ കാര്യമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെയാണ് സാർ ഇത് മറ്റേതെങ്കിലും ഇപ്പോൾ നേരത്തെ PP ജോസഫ് പറഞ്ഞല്ലോ, ഇതിന് പിന്നെ വേറെ ആരെങ്കിലും